ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. നമസ്തേ. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം. ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ. മിൽക്ക് മിൽക്ക് മിൽക്ക്. ഇത് പഴങ്കഞ്ഞി ആലോചിപ്പാ. നിന്നെ പോലീസ് പിടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ, ശരി തന്നെ? പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ്സുള്ളവരുടെ തന്തയ്ക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. അറിയില്ലേ? ഇല്ല. നമ്മുടെ രാമനാരായണന്റെ പിന്നെയും വഴക്കായിരുന്നു. പിന്നെയും മേലി വിളിച്ചോ? പൊളിച്ചടിക്കി. ഇതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. SIയുടെ ഗമയല്ലേ. ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. വിഷോ. നമസ്കാരം. സാറിന് നേരത്തെ ആണല്ലോ. ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് SIക്ക് ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ. ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാ. 6 മാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ച് വിറ്റു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തിനും കാണിക്കാവുന്നു. തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ഓ, ഏമാനായിരുന്നോ? സലാമുണ്ട്. ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം. ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലേ കയറാൻ വന്നാൽ കുറിപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും. ശരിയുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റ ചാട്ടം. SI ഒരൊറ്റ ഓട്ടം. ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ടുമടക്കി മുതലപ്പൂ കൂട്ടി അവന്റെ നാഭി നോക്കി ഒരൊറ്റ ചവിട്ടാ. ദേ കിടക്കുന്നവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ ഇളിക്കല്ലേ. ഈ സ്റ്റേഷൻ മാറ്റം കിട്ടട്ടെ, എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല. ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടു കിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി. സ്വപ്പം മ്യൂസിക് കേൾക്കാം. എടാ ക്ഷുദ്രജീവി, നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. സാറിനെ പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നീർക്കോലി. ആഹാ, അങ്ങനങ്ങ് പോയാലോ? ഞാൻ നിന്നെ 1 മാസമായിട്ട് അന്വേഷിച്ച് നടക്ക. എന്നെ മനസ്സിലായോ നിനക്ക്? വളരെ അപ്പ എങ്ക അപ്പ വടിവേല ஆண்டவா முருகா காட்டிலே விளையாடி நடந்த மயிலை வலையில்லாம பிடித்து தீனும் தினையும் கொடுத்து நீரும் நெருப்பும் கொடுத்து பாச நேசம் கொடுத்து ஊரறியாம உலகறியாம அன்புக்கு பின்பே அன்பு படாம கண்டம் துண்டமா வெட்டி களத்தின போட்டு வாட்டிருந்தாக்கும் இது சுத்தமான மயிலெண்ணெய். இதில் மாயமில்லை, மந்திரமில்லை, கள்ளமில்லை. சர்க்கஸுகாரனுக்கும் அபியாசிகளுக்கும் மிகவும் தேவை. உங்க உடம்பில் எலும்புகள் பிளாஸ்டிக் மாதிரி வளைவதற்கு சுத்தமான மயிலெண்ணெய் தேவை. மயிலெண்ணெய், இது மயிலெண்ணெய். முருகா உன் மயிலை கொண்டு விட்டான் ஆண்டவா. Blouse piece halla, panties halla, shirt piece halla. ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന ലാട്ട് ഖാലിയാക്കൽ. ബോംബെ, അഹമ്മദാബാദ്, കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. മാതളത്തൊളി, ജാതിത്തൊളി,
ഉണക്കണള്ളിക്ക, താണിക്ക, കണവണാക്ക്, എടംപുറി, വളംപുറി, കടുക്ക, രക്തസന്തളം ഇവയെല്ലാം കൂടി സമം സമം ചേർത്ത് മഷി പോലറച്ച് വെറ്റില നീരിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെടിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്കെല്ലാം കൂടി ഒരു സിദ്ധൌഷധമാണ്. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. ഈ സൗജന്യ വിൽപ്പന 1 മണിക്കൂർ നേരത്തേക്ക് മാത്രം. മാതളത്തൊലി പൂരം കഴിഞ്ഞ് മുങ്ങിയല്ലേടാ. 1-2 രൂപയുടെ തുണിയല്ല, 2000 രൂപയുടെ തുണിയാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റാൻ പണം കൊടുത്തത്. എന്റെ ജോലിയും പോയി. ഈ കോമാളി വേഷത്തെ നടന്നാ മനസ്സിലാക്കലെന്ന് കരുതിയോടാ. ഇത് കോമാളി വേഷമാണോ ഏട്ടാ? പിടിവിട്, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ടടാ. എന്റെ രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. പിടിവിട്, ഞാൻ തരാം. സംഗതി അല്ലെ അൽക്കൊലത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. ചേട്ടന്റെ രൂപ ഞാനിപ്പൊ തരും. അടുത്ത പൂരത്തിന് തരും. ഇന്ന് രൂപ കിട്ടിയിട്ടല്ലാതെ ഞാൻ പോവില്ല. അയ്യോ, നീ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കുളത്തി മുങ്ങിയാ കിണറ്റി പൊങ്ങുന്നവനാ. ആര് ചേട്ടനാ? അല്ല നീ. ഒച്ച വെക്കണ്ട, സഹകരിക്കൂ, പരിഹരിക്കാം. ഒരവധി കൂടി തരണം. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്. ഇതെന്റെ മദറിന്റെ ബർത്ത് പ്ലേസ് ആണ്. തോന്നിക്കഥ. രൂപയില്ലെങ്കിൽ പെട്ടിയിൽ എന്താടാ? പെട്ടിയിൽ എന്താണെന്ന് ചേട്ടൻ അറിയണം. അറിയണ്ട. അയ്യോ, നാട്ടുകാരെ നോക്കിക്കോ. എല്ലാം പോയി. അയ്യോ, എടോ, തന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ തുണിക്കച്ചവടം എന്നെ ഗ്യാസും തമ്മിൽ ചേരൂലെന്ന്? 7 തവണ. സത്യം പറഞ്ഞ എനിക്കും അത് ഇഷ്ടമല്ല. വൈകുന്നേരം 5 വരെ ഗ്യാസിന്റെ ജോലി, പിന്നെ 5-ന് ശേഷം എന്തെങ്കിലും ഹോബി ആണല്ലോ. അതുകൊണ്ടാ. എന്നെ കുറിച്ച് പരാതിയൊന്നുമില്ലല്ലോ. അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ തന്നെ കുറിച്ച് പരാതി പറയുന്നോടൂ? അതെ അതെ. എന്തതെ? വെറുതെ വരാതെ. കൈക്കൂലി മേടിച്ച് സിലിണ്ടർ കൊണ്ടുപോയി കിടക്കാൻ എന്നെ കിട്ടില്ല. അതിന് ഫ്രോഡുകൾ കാണും. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. ആൾക്കാരെ സാറിനോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അല്ല, അതിപ്പോ വലിയ കാര്യമായി എടുത്തിട്ടൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ടില്ലേ മറിമായി നടന്നത്.
കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ അറിയുന്നവർ വേണ്ടേ? ഛേ! വേണം. അതുകൊണ്ടാണ് മറിമായം നടന്നതും ഞങ്ങളെ ജോലിക്ക് നിർത്തിയതും. അല്ലെങ്കിൽ ബിസിനസ് പൊളിയും. പക്ഷെ മാത്തുക്കുട്ടിയുടെ ബിസിനസ് പൊളിയില്ല. ലേഡീസ് ഐറ്റംസ് അല്ലേ മെയിൻ. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് നിറച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. വാൽവ് മുറുക്കി അടച്ചാരെ, അല്ലെങ്കിൽ ലീക്കുണ്ടാവും. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരേറ്റുമുട്ടൽ ഏത് നിമിഷവും ഉണ്ടാകും. അതൊരു പ്രശ്നമല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ആ കംപ്ലൈൻസ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് ചെന്ന് കാണണം. ആ 324 സ്റ്റൗവിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കണം. ഞാൻ പോയി അറ്റൻഡ് ചെയ്യാം. ഇത്രയും കാലം താൻ അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ കംപ്ലൈൻസ് അല്ലേ ഉള്ളൂ. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. താൻ വീട് കാണിച്ചെന്നാ മതി അല്ലേ? അതെ. ആ വാ. പോടോ വാ വീ പോ. ഓ അവനെ എല്ലാം പഠിപ്പിച്ചു തരാം. വരുന്നുണ്ട്. ഇതെന്ത് പരിപാടി എനിക്കുണ്ട്? പുറകെ കയറ്. അവിടെ ആവുമ്പോ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരാനും പറ്റും, നല്ല കാറ്റും കിട്ടും. അല്ല ഞാനാ സ്ഥിരമായിട്ട് ആദ്യം തന്റെ തലയ്ക്ക് സ്ഥിരമായിട്ട്, എന്നിട്ട് വിട്ടിരിക്കാം. പോടോ, പോയി കയറോ. എന്താ എന്ത് പറ്റി? സോറി സോറി. അല്ല, ഞാൻ ഈ ഓരോ വീട്ടിലേക്കും കടന്നില്ല രീതി ഞാനൊന്ന് ഈ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട്. കൊള്ളാം. പക്ഷെ ഇത്രയും സ്പീഡ് വേണ്ട. ചിലപ്പം ഇതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും. കുറച്ചുകൂടി സ്ലോ ചെയ്യല്ലേ? ആ, താങ്ക് യു. അതെ. ഓക്കെ. ഉം.